CK ഹരികൃഷ്ണൻ കൂടെ ചേരുന്നുണ്ട്. ശ്രീ ഹരികൃഷ്ണൻ, സംയുക്ത തൊഴിലാളി പണിമുടക്കാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ രാത്രി 12 മണി വരെയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ പണിമുടക്കിനെ നോക്കിക്കാണുന്നത്? ഇത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ധീരമായ പണിമുടക്കാണ്. ഇവിടെ വികസനം എന്നുള്ളത് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തടിച്ചു കൊഴുക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടായി മാറുമ്പോഴാണ് പണിമുടക്ക് വികസനത്തിന് വിരോധമായി ആർക്കെങ്കിലും തോന്നുന്നത്. തൊഴിലാളികളുടെ മൗലികമായ അവകാശങ്ങൾ തകർക്കാൻ ലക്ഷ്യം വെക്കുന്ന ലേബർ കോഡുകൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാനുള്ള നീക്കമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിനെതിരെയാണ് ഒറ്റക്കെട്ടായി രാജ്യത്തെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ BMS ഒഴികെ പണിമുടക്ക് വളരെ നേരത്തെ പ്രഖ്യാപിച്ചു. മെയ് മാസം 20-ാം തീയതിയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ സാഹചര്യത്തിലാണ് മാറ്റിവെച്ചത്. ആ പണിമുടക്കിന് രാജ്യത്തെ കൃഷിക്കാരും കർഷക തൊഴിലാളികളും സംഘടനാ വ്യത്യാസമില്ലാതെ പിന്തുണച്ചതോടുകൂടി രാജ്യത്തെ പണിയെടുക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തുന്ന പണിമുടക്കായിട്ട് മാറുകയാണ്. നിലവിൽ തൊഴിൽ നിയമങ്ങൾ സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിട്ടുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളെയും കേന്ദ്ര ഗവൺമെന്റ് 4 ലേബർ കോഡുകളാക്കി മാറ്റി തൊഴിലാളികളെ കൊടിയ ചൂഷണത്തിന് വിധേയമാക്കാൻ ലക്ഷ്യം വെക്കുകയാണ്. അടിമ സമാനമായ അന്തരീക്ഷം തൊഴിൽ മേഖലയിൽ സൃഷ്ടിക്കലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം. സംഘടിക്കാനുള്ള അവകാശവും കൂട്ടായി വിലപേശാനുള്ള സ്വാതന്ത്ര്യവുമാണ് ലേബർ കോഡ് നിഷേധിക്കുന്നത്. അതിനു പുറമെ ഏതെങ്കിലും മേഖലയിൽ തൊഴിലാളികൾ തൊഴിൽ സ്ഥലത്ത് നടത്തുന്ന പ്രതിഷേധ രൂപങ്ങളെല്ലാം ക്രിമിനൽ കുറ്റമാക്കി കണക്കാക്കപ്പെടും. ഭാരതീയ ന്യായ സംഹിത BNS എന്ന നിയമത്തിലെ വകുപ്പ് 111 പ്രകാരം തൊഴിലാളികൾ കൂട്ടായി നടത്തുന്ന പ്രതിഷേധ രൂപങ്ങളെല്ലാം ക്രിമിനൽ കുറ്റങ്ങളായി കണക്കാക്കപ്പെടുകയാണ്. ഫലത്തിൽ തൊഴിലാളി സംഘടനകളില്ലാത്ത, തൊഴിലാളികൾ സംഘടിക്കുകയും വിലപേശുകയും ചെയ്യുന്ന സ്ഥിതിയില്ലാത്ത കോർപ്പറേറ്റുകൾക്ക് കൊടിയ ചൂഷണത്തിന് അവസരമൊരുക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ബോധപൂർവമായ സൃഷ്ടിക്കലാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വെപ്രാളപ്പെട്ട് പാർലമെന്റിൽ പാസാക്കിയിട്ടുള്ള ലേബർ കോഡുകളുടെ ചട്ടമുണ്ടാക്കുന്നതിന് പോലും തയ്യാറാകാതെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രത കാണിക്കുന്നത്. ഇത് അടിമ സമാനമായ അവസ്ഥയിലേക്ക് രാജ്യത്തെ തൊഴിലാളികളെ തള്ളിവിടുകയാണ്. എന്ത് വില കൊടുത്തും രാജ്യത്തെ തൊഴിലാളികൾ സംഘടനാ വ്യത്യാസമില്ലാതെ അതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. ആ അർത്ഥത്തിൽ നാളത്തെ പണിമുടക്ക് ചരിത്ര പ്രാധാന്യമുള്ളതാണ്. എല്ലാ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി തന്നെ ആ പണിമുടക്ക് ഏറ്റെടുക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദിയുണ്ട് CK ഹരികൃഷ്ണൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.